ഹായ് ഓൾ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ എല്ലാവരും സുഖമായിട്ട് ഇരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ എന്ന് പറഞ്ഞാൽ ഒരു മഷ്റൂം കറിയാണ്. അപ്പോൾ അതിനായിട്ട് ഞാൻ മഷ്റൂം എടുത്തിട്ടുണ്ട്. അത് ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നന്നായിട്ട് ക്ലീൻ ചെയ്തിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പം അതിൻ്റെ മണ്ടയിലെ തൊലിയൊക്കെ ജസ്റ്റ് ഒന്നിങ്ങനെ പീൽ ചെയ്തെടുത്തിട്ട് അകത്തെ ഒരു കറുത്ത പോലൊരു ഭാഗങ്ങളും അതുകൂടി എടുത്ത് കളഞ്ഞിട്ടാണ് നമ്മൾ ക്ലീൻ ചെയ്യുന്നത്. ഇനി അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതുപോലെ തന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി മതിയാവും. അതും കൂടിയൊക്കെ ഇട്ടിട്ട് ഒന്ന് കൈയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കതൊന്ന് 10 മിനിറ്റത്തേക്കൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വയ്ക്കാം. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഒരു ചീഞ്ചട്ടി എടുക്കുക. അത് നന്നായിട്ട് ചൂടായി വരുമ്പോഴത്തേക്കും ഒരു 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. ഇനി ആ വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി വരട്ടെ. അപ്പോൾ അതിലേക്ക് നമുക്കൊരു 1/4 ടീസ്പൂണ് എന്തിടാം, കടുകിട്ട് കൊടുക്കാം. അപ്പോൾ കടുകൊക്കെ നന്നായിട്ട് പൊട്ടി വരുമ്പോഴത്തേക്കും നമുക്ക് കുറച്ച് ഒരു 2 തണ്ട് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇനി നമുക്കതിലേക്ക് ആഡ് ചെയ്യേണ്ടത് ഒരു 3-4 വെളുത്തുള്ളി അല്ലി ചെറുതായിട്ട് അരിഞ്ഞതും അതുപോലെ തന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പം വളരെ സിമ്പിളായിട്ടുള്ള മെത്തേഡാണ് കേട്ടോ, ആർക്ക് വേണമെങ്കിലും ഉണ്ടാക്കാം. പിന്നെ ഒരു പച്ചമുളക് നടുവേ കീറിയിട്ട് അതിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു സബോള അത് നല്ലപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട്. ഇനി അതൊക്കെ നന്നായിട്ടൊന്ന് നമുക്ക് വഴറ്റിയെടുക്കണം. അപ്പോൾ കുറച്ച് ഉപ്പോ അല്ലെങ്കിൽ മഞ്ഞൾപ്പൊടിയോ ഇട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് വഴറ്റിയിട്ടു. അപ്പോൾ ഇത് ഈ ഒരു പരുവൊക്കെ ആകുമ്പോഴത്തേക്കും നമുക്കിനി അതിലേക്ക് ആഡ് ചെയ്യേണ്ടത് ഒരു ചെറിയ തക്കാളി ചെറുതായിട്ട് അരിഞ്ഞതാണ്. അപ്പോൾ തക്കാളിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് വേണം, ഈ തക്കാളിയൊക്കെ നന്നായിട്ടൊന്ന് ഉടഞ്ഞ് വരണം. അപ്പോൾ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. നന്നായിട്ട് ഉടഞ്ഞൊക്കെ വരട്ടെ. ഇതുപോലെ ആയതിന് ശേഷം ഇനി നമുക്കതിലേക്ക് വേണ്ട പൊടികളൊക്കെ ആഡ് ചെയ്യാം. അപ്പോൾ ഒരു ചെറിയ ടീസ്പൂൺ മല്ലിപ്പൊടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് എരിവിന് ആവശ്യത്തിനനുസരിച്ചിട്ടുള്ള മുളക് പൊടി, അത് നിങ്ങളുടെ ചോയ്സാണ്. നിങ്ങൾക്ക് എന്തൊരു എരിവ് വേണോ അതിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് മുളക് പൊടി ആഡ് ചെയ്യാം. ഇനി ഒരു 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്കൊരു 1/4 ടീസ്പൂൺ തന്നെ ഒരു ഗരം മസാല ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ അതിലേക്ക് കുറച്ച് ചിക്കൻ മസാലയും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ചിക്കൻ മസാലയോ അല്ലെങ്കിൽ മീറ്റ് മസാലയോ ആഡ് ചെയ്ത് കൊടുക്കാം. അതല്ല ഇത് രണ്ടും ആഡ് താല്പര്യമില്ലാത്തവരാണെങ്കിൽ നിങ്ങൾക്കത് സ്കിപ്പ് ചെയ്തതിന് ശേഷം ഗരം മസാല മാത്രം നിങ്ങൾക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി പൊടിയൊക്കെ നന്നായിട്ട് ഇളക്കി പച്ചമണമൊക്കെ ഒന്ന് മാറി വരുമ്പോഴത്തേക്കും നമ്മൾ ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്ന ആ മഷ്റൂം അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഒരു ലോ ഫ്ലെയിമിൽ വെക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോഴത്തേക്കും ഈ മഷ്റൂമിൽ വെള്ളമൊക്കെ ഇങ്ങനെ താനേ ഇറങ്ങി വരും. അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നിങ്ങൾക്ക് നന്നായിട്ട് ചാറ് രൂപത്തിൽ വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി അടച്ച് വെച്ചിട്ട് നമുക്ക് വേവിക്കാം. അപ്പം അതിലേക്ക് ഉപ്പിടാനായിട്ട് മറന്നു പോകരുത്. അപ്പം ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ടിട്ട് ഒന്ന് ഇളക്കിയിട്ട് നമുക്കതൊന്ന് അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കാം. വളരെ എളുപ്പത്തിൽ ചെയ്യാം. അപ്പം അത് വേകട്ടെ. നമ്മുടെ മഷ്റൂം വെന്ത് കഴിഞ്ഞിരിക്കുന്നു. ഇനി നമുക്കതിലേക്ക് ആഡ് ചെയ്യേണ്ടത് തേങ്ങാപ്പാലാണ്. 1-ാം പാലെന്നോ 2-ാം പാലെന്നോ ഒന്നുമില്ല, എല്ലാം ഒന്നിച്ച് നമുക്കൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. തേങ്ങാപ്പാൽ ഒഴിച്ചതിന് ശേഷം എന്ത് ചെയ്യരുത്, നമ്മുടെ കറി തിളപ്പിക്കാനായിട്ട് പാടില്ല. പകരം ഇളക്കി കൊടുത്ത് ഒന്ന് ചൂടാക്കി എടുത്താൽ മാത്രം മതിയാവും. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു മഷ്റൂം കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.